നമസ്കാരം. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാമായി നമ്മൾ സംസാരിച്ചത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ആമുഖമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആമുഖം എന്താണെന്നും അതിൻ്റെ വരവ് എവിടെ നിന്നാണെന്നും ആമുഖത്തിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. നമ്മൾ ഏകദേശം ഒരു 5 പോയിന്റുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആറാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ആറാമത്തെ പോയിന്റാണ് പഠിക്കാൻ പോകുന്നത്. ആറാമത്തെ പോയിന്റ് നീതി അഥവാ ജസ്റ്റിസ് ആണ്. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ആറാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നീതി അഥവാ ജസ്റ്റിസ് ആണ്. എന്താണ് നീതി അഥവാ ജസ്റ്റിസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് നീതി എന്ന് പറയുന്നത് നിയമവാഴ്ചയാണ്. നീതി എന്ന് പറയുന്നത് എന്താണ്? നിയമവാഴ്ചയാണ്. മാത്രമല്ല സ്വേച്ഛാധിപത്യത്തിൻ്റെ അഭാവമാണ് എന്തെന്ന് പറയുന്നത് നീതി എന്ന് പറയുന്നത്. നീതി എന്ന് പറയുന്നത് എന്താണ്? നീതി എന്ന് പറയുന്നത് നീതി എന്ന് പറയുന്നത് ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ അഭാവമാണ്. അത് റൂൾ ഓഫ് ലോ ആണ്. അപ്പോൾ മാത്രമല്ല നീതിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സമൂഹത്തിലുള്ള എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ, തുല്യമായിട്ടുള്ള സ്വാതന്ത്ര്യം, തുല്യമായിട്ടുള്ള അവസര സമത്വം എന്നിവ വ്യവസ്ഥ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നീതി അഥവാ ജസ്റ്റിസ് എന്ന് പറയുന്നത്. നീതി അപ്പോൾ നീതി അഥവാ ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? അത് റൂൾ ഓഫ് ലോ ആണ്. അതായത് നിയമവാഴ്ചയാണ്. അത് എന്താണ് ഉറപ്പു നൽകുന്നത്? അത് എല്ലാവർക്കും സമൂഹത്തിലെ എല്ലാവർക്കും തുല്യമായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. തുല്യമായ സ്വാതന്ത്ര്യം, അവകാശം, അവസര സമത്വം എന്നിവ ഉറപ്പു നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ നീതി അഥവാ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന 3 രീതിയിലുള്ള നീതികളെ കുറിച്ചാണ് ആമുഖത്തിൽ പറയുന്നത്. എന്തൊക്കെല്ലാമാണവ? ഒന്നാമത്തേത് സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചാണ്. സാമൂഹിക നീതി. സാമൂഹിക നീതി. രണ്ടാമത്തേത് സാമ്പത്തിക നീതി, എക്കണോമിക് ജസ്റ്റിസ്. മൂന്നാമത്തേത് സാമൂഹിക നീതി, സാമ്പത്തിക നീതി. മൂന്നാമത്തെ നീതി എന്ന് പറയുന്നത് രാഷ്ട്രീയ നീതിയാണ്. പൊളിറ്റിക്കൽ ഇക്വാളിറ്റി. അപ്പോൾ 3 നീതികളാണുള്ളത്. സാമൂഹിക നീതി, രണ്ടാമത്തേത് സാമ്പത്തിക നീതി, മൂന്നാമത്തേത് രാഷ്ട്രീയ നീതി. മൂന്നാമത്തേത് രാഷ്ട്രീയ നീതി. ഇങ്ങനെ 3 നീതികളാണ് ഉള്ളത്. ഇനി ഇവ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് സാമൂഹിക നീതി എന്ന് പറയുന്നത്? സാമൂഹിക നീതി എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ജനവിഭാഗങ്ങൾക്കിടയിൽ ജാതിയുടെ, മതത്തിൻ്റെ, വർണ്ണത്തിൻ്റെ എന്നിവയുടെ ഒന്നും പേരിൽ വിവേചനം പാടില്ല. എല്ലാ പൗരന്മാരെയും തുല്യമായി പരിഗണിക്കണം. എല്ലാ ജനങ്ങളെയും നൽകുന്ന തുല്യമായ പരിഗണനയാണ്, സമൂഹത്തിൽ നൽകുന്ന തുല്യമായ പരിഗണനയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമൂഹിക നീതി അഥവാ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. സാമൂഹിക നീതി അഥവാ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്? അതായത് സമൂഹത്തിലുള്ള ജനവിഭാഗങ്ങൾക്കിടയിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്നുള്ള വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് സാമൂഹിക നീതി അഥവാ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ജാതിയുടെയോ മതം, വർണ്ണം, വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല
പാടില്ല എന്നുള്ള വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് സാമൂഹിക നീതി എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക നീതി എന്താണ്? ഒരു സമൂഹത്തിനിടയിൽ ജാതി, മതം, വർണ്ണം, വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് സാമൂഹിക നീതി അഥവാ സോഷ്യൽ ജസ്റ്റിസ്. ഇനി എന്താണ് സാമ്പത്തിക നീതി എന്ന് പറയുന്നത്? സാമ്പത്തിക നീതി എന്ന് പറയുന്നത് ഒരാളുടെ എന്താണ് വരുമാനം, സമ്പത്ത്, സാമ്പത്തിക സ്ഥിതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്താണ് വിവേചനം പാടില്ല എന്നുള്ളതാണ്. എന്താണ്? വരുമാനം, സമ്പത്ത്, സാമ്പത്തിക സ്ഥിതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്ത് പാടില്ല? വിവേചനം പാടില്ല. അത് മാത്രമല്ല എന്താണ് വരുമാനവും സ്വത്തും എല്ലാം തമ്മിൽ എന്താണ് പൗരന്മാർക്കിടയിലുള്ള എന്താണ് ഒരു അസമത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് സാമ്പത്തിക നീതി കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് സാമ്പത്തിക നീതി? വരുമാനം, സമ്പത്ത്, സാമ്പത്തിക സ്ഥിതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്ത് പാടില്ല? അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. വിവേചനം പാടില്ല. ഇതാണ് എന്തെന്ന് പറയുന്നത് സാമ്പത്തിക നീതി എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് എന്തുണ്ടാക്കുന്നു? വരുമാനത്തിലും സമ്പത്തിലും ഉള്ള ജനങ്ങൾക്കിടയിലുള്ള അസമത്വം ഒഴിവാക്കുന്നതിനായിട്ടാണ് സാമ്പത്തിക നീതി എന്ന് പറയുന്ന ആശയം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നോക്കുക, മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേതെന്ന് പറയുന്നത് രാഷ്ട്രീയ നീതിയാണ്. എന്താണ് രാഷ്ട്രീയ നീതി എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് രാഷ്ട്രീയ പ്രക്രിയകളിൽ എന്താണ് എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും നൽകുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് രാഷ്ട്രീയ നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് രാഷ്ട്രീയ നീതി എന്ന് പറയുന്നത്? രാഷ്ട്രീയ പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും എന്താണ് തുല്യവും നീതിയുക്തവുമായിട്ടുള്ള അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് രാഷ്ട്രീയ നീതി എന്ന് പറയുന്നത്. എന്താണ് രാഷ്ട്രീയ പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും തുല്യവും നീതിയുക്തവുമായ അവസരങ്ങൾ എന്നുള്ളതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് രാഷ്ട്രീയ നീതി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാവർക്കും എന്താണ് രാഷ്ട്രീയ പ്രക്രിയയിൽ തുല്യമായിട്ടുള്ള എന്തുണ്ട് അവസരങ്ങളുണ്ട്. തുല്യവും നീതിയുക്തവുമായിട്ടുള്ള എന്തുണ്ട് അവസരങ്ങളുണ്ട്. ആരെയും രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനായിട്ട് കഴിയുകയില്ല. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടായിരിക്കണം എന്താണ് എല്ലാവർക്കും രാഷ്ട്രീയ പ്രക്രിയകളിൽ പങ്കാളികളാകുവാൻ എന്ത് വേണം? തുല്യമായ അവസരങ്ങൾ വേണം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് രാഷ്ട്രീയ നീതി എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക നീതി എന്താണ്? ജാതി, മതം, വർണ്ണം, വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വിവേചനം അവസാനിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സാമൂഹിക നീതി. സാമ്പത്തിക നീതി എന്താണ്? വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കുന്ന എന്താണ് ഒരു അസമത്വം, ജനങ്ങൾ തമ്മിലുള്ള സാമ്പത്തികമായിട്ടുള്ള അസമത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് സാമ്പത്തിക നീതി കൊണ്ട് അർത്ഥമാക്കുന്നത്. രാഷ്ട്രീയ നീതി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും തുല്യവും നീതിയുക്തവുമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ്. ഈ മൂന്ന് നീതികളെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്ത് ചെയ്യുന്നത് പ്രതിപാദിക്കുന്നത്. നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങളിലൂടെയും നിർദ്ദേശക തത്വങ്ങളിലൂടെയും എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മൂന്ന് രീതികളുള്ള നീതികൾ ജനങ്ങൾക്ക് എന്ത് നൽകുന്നു? ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. എന്തിലൂടെ? മൗലിക അവകാശങ്ങളിലൂടെയും മാർഗനിർദ്ദേശക തത്വങ്ങളിലൂടെയും എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മൂന്ന് നീതികൾ ഇന്ത്യയിലെ പൗരന്മാർക്ക് എന്ത് ചെയ്യുന്നു? ഉറപ്പാക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നു? ഉറപ്പ് നൽകുന്നു. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ആറാമത്തെ പോയിന്റാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ആറാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. എന്താണ് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം? ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം. നമ്മൾ ഈ ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ എടുത്തിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. എന്താണ് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് എന്ത് സ്വീകരിച്ചിരിക്കുന്നത്? ഈ പറയുന്ന
ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് പൗരന്മാരുടെ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുക, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്താണ്? അതായത് പൗരന്മാരുടെ പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യം അനുവദിക്കുക അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? പൗരന്മാരുടെ പ്രവർത്തനങ്ങളിൽ എന്താണ്? നിയന്ത്രണം ഏർപ്പെടുത്താതിരിക്കുക. അല്ലെങ്കിൽ എന്താണ്? പൗരന്മാരുടെ എന്താണ്? പ്രവർത്തന സ്വാതന്ത്ര്യമാണ്. പൗരന്മാരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം, അതായത് പൗരന്മാരുടെ പ്രവർത്തനങ്ങളിൽ എന്താണ്? നിയന്ത്രണം ഏർപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങളാണ്. ഒന്നാമത്തെ എന്താണ്? ആരാധനാ സ്വാതന്ത്ര്യം. രണ്ടാമത്തേത് എന്താണ്? വിശ്വാസ സ്വാതന്ത്ര്യം. മൂന്നാമത്തേത് ചിന്താ സ്വാതന്ത്ര്യം. പിന്നെ എന്താണ്? നാലാമത്തേത് അത് എക്സ്പ്രസ് ചെയ്യിക്കാനുള്ള പ്രകടന സ്വാതന്ത്ര്യം. എന്താണ്? ഒന്നാമത്തേത് ആരാധനാ സ്വാതന്ത്ര്യം. രണ്ട്, വിശ്വാസ സ്വാതന്ത്ര്യം. മൂന്നാമത്തെ എന്താണ്? ചിന്താ സ്വാതന്ത്ര്യം. പിന്നെ എന്താണ്? നാലാമത്തേത് പ്രകടന സ്വാതന്ത്ര്യമാണ്. എന്താണ്? പ്രകടന സ്വാതന്ത്ര്യം. ഇങ്ങനെ 4 രീതിയിലാണ് പ്രധാനമായിട്ടുള്ള എന്താണ് സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ കുറിച്ച് നൽകുന്നതിനെ കുറിച്ച് പറയുന്നത്. എന്തെല്ലാമാണ്? ആരാധനാ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം, പ്രകടന സ്വാതന്ത്ര്യം. എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് സ്വതന്ത്രം അനുവദിച്ചു നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമാണോ ഭരണഘടന അനുവദിച്ചു നൽകുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കുകയോ ചെയ്യരുത്. എന്താണ്? ഇന്ത്യൻ ഭരണഘടന നിങ്ങളുടെ പൗരന്മാരുടെ പ്രവർത്തനങ്ങളിൽ എന്താണ്? നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അതാണ് സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കുമ്പോഴും നിങ്ങൾക്ക് എന്താണ്? ആരാധനാ സ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും ചിന്താ സ്വാതന്ത്ര്യവും പ്രകടന സ്വാതന്ത്ര്യവും എന്താണ്? എല്ലാ പൗരന്മാർക്ക് അനുവദിച്ച് നൽകുമ്പോഴും അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങളുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കാം എന്നുള്ളതല്ല. എന്താണ്? ഭരണഘടന പരിധിക്കുള്ളിൽ ഇരുന്നു കൊണ്ടുള്ള സ്വാതന്ത്ര്യം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇന്ത്യൻ പൗരന്മാർക്ക് ഭരണഘടന അനുവദിക്കുന്നുള്ളൂ. അപ്പൊ എന്താണ്? ഭരണഘടനയിൽ എന്താണ്? കീഴിൽ മാത്രമേ എന്താണ് അനുവദിക്കുന്നുള്ളൂ? സ്വാതന്ത്ര്യം അനുവദിക്കുന്നുള്ളൂ. ഭരണഘടനയുടെ ചട്ടക്കൂടിനകത്തുള്ള സ്വാതന്ത്ര്യം മാത്രമേ എന്തെന്നുള്ളൂ? അനുവദിക്കുന്നുള്ളൂ. ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിലുള്ള ഒരു സ്വാതന്ത്ര്യം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അനുവദിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യരുത്? തെറ്റിദ്ധരിക്കരുത്. നമുക്ക് എന്ത് ചെയ്യാനും എന്ത് പറയാനും എന്ത് പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്നത് എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യൻ ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നുള്ളൂ. അപ്പൊ ആർട്ടിക്കിൾ 19 എന്താണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗം പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറയും. ആർട്ടിക്കിൾ 25 മുതൽ 28 മതസ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ പറയുന്ന ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളിലൂടെയും എന്താണ്? ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് എന്ത് നൽകുന്നു? സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. എന്താണ്? സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഈ ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന പ്രധാന സ്വാതന്ത്ര്യമാണ് ആരാധനാ സ്വാതന്ത്ര്യം,
വിശ്വാസ സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം, പ്രകടന സ്വാതന്ത്ര്യം. പക്ഷെ എന്താണ്, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണ്, ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള എന്താണ് സ്വാതന്ത്ര്യങ്ങൾ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. ഏതെല്ലാം ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ, ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെയുള്ള മതസ്വാതന്ത്ര്യങ്ങൾ എന്നിവയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന എന്ത് നൽകുന്നത്? പൗരന്മാർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ച് നൽകുന്നത്. ഈ ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ളതൊക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ പഠിക്കും? നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്നതാണ്. ഇപ്പോൾ ഈ ആർട്ടിക്കിളുകൾ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന ആമുഖത്തിലുള്ള 8ാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? സമത്വം അഥവാ ഇക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? 8ാമത്തെ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? സമത്വം അഥവാ ഇക്വാളിറ്റി എന്ന് പറയുന്നത്. സമത്വം അഥവാ ഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ സമത്വം അഥവാ ഇക്വാളിറ്റി എന്ന് പറയുന്ന ആശയവും നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. എവിടെയാണ് സമത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇക്വാളിറ്റി എന്ന് പറയുന്ന ആശയവും നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് എന്താ സമത്വം അഥവാ ഇക്വാളിറ്റി എന്ന് പറയുന്ന ആശയം എടുത്തിരിക്കുന്നത്. എന്താണ് സമത്വം അഥവാ ഇക്വാളിറ്റി എന്ന് പറയുന്നത്? എല്ലാ പൗരന്മാരും എന്താണ് നിയമത്തിന് മുന്നിൽ തുല്യരാണ്, അല്ലെങ്കിൽ എല്ലാ പൗരന്മാരും നിയമത്താൽ ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്ന ആശയമാണ് സമത്വം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ്? എല്ലാ പൗരന്മാരും എന്താണ് നിയമത്തിന് മുന്നിൽ ഒരുപോലെയാണ്, അല്ലെങ്കിൽ എല്ലാ പൗരന്മാരെയും നിയമത്താൽ ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നു. എന്താണ്? എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? എല്ലാ പൗരന്മാരും നിയമത്താൽ ഒരുപോലെ എന്ത് ചെയ്യപ്പെടുന്നു? സംരക്ഷിക്കപ്പെടുന്നു. ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? സമത്വം എന്ന് പറയുന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ഇത്? അവസര സമത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ സമത്വം എന്ന് പറയുന്ന ആശയം ഉറപ്പുവരുത്തുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളുകളിലൂടെയാണ് എന്ത് നൽകുന്നത്? ഇന്ത്യയിലെ പൗരന്മാർക്ക് എന്ത് നൽകുന്നത്? സമത്വം ഉറപ്പുവരുത്തുന്നത്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകളാണ് എന്ത് നൽകുന്നത്? പൗരന്മാർക്ക് സമത്വം ഉറപ്പ് നൽകുന്നത്. സമത്വം ഉറപ്പ് നൽകുന്നത്. എന്താണ് സമത്വം എന്ന് പറയുന്ന ആശയം? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. എല്ലാ പൗരന്മാരും എന്താണ് നിയമത്തിന് മുന്നിൽ തുല്യരാണ്, എല്ലാ പൗരന്മാർക്കും എന്താണ് നിയമത്താൽ ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നു. അതായത് യാതൊരു വിഭാഗങ്ങൾക്കും എന്താണ് പ്രത്യേക പരിഗണനകൾ ഒന്നും തന്നെ നൽകുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും എന്താണ് തുല്യമായിട്ടുള്ള അവസര സമത്വം ഉറപ്പു നൽകുന്നു. എന്താണ്? തുല്യവും നീതിയുക്തവുമായിട്ടുള്ള അവസര സമത്വം ഉറപ്പു നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. എന്താണ്? ഒരു വിഭാഗത്തിനും, അതായത് എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, അല്ലെങ്കിൽ എല്ലാ പൗരന്മാരെയും നിയമത്താൽ ഒരുപോലെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഭാഗത്തിനും യാതൊരുവിധ പ്രത്യേകത പരിഗണനകളും അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ നൽകുന്നില്ല. മാത്രമല്ല എന്താണ് പറയുന്നത്? എല്ലാവർക്കും തുല്യവും നീതിയുക്തവുമായിട്ടുള്ള അവസരങ്ങളും ലഭ്യമാക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകളാണ് സമത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ 8 പോയിന്റുകളോളം പഠിച്ചു കഴിഞ്ഞു. ഇനിയും 2 പോയിന്റുകളുണ്ട്. അത് നമ്മൾ എന്താണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക? വളരെ വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. കാണാതെ പഠിക്കരുത്, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത ക്ലാസ്സുകളിൽ എന്താണ് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.